ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. മൂന്നാമത്തെ യൂണിറ്റിലെയും അതുപോലെ തന്നെ നാലാമത്തെ യൂണിറ്റിലെയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ നോക്കി വന്നിട്ടുള്ളത്. ഇവിടെ മൂന്നാമത്തെ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് വർക്ക്, ഫ്രിക്ഷൻ്റെ ലോസ്, പിന്നെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്. അതിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം റിപ്പീറ്റായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വർക്ക് എന്ന് പറയുന്നത് എന്താണ്, എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റായിട്ടാണ് പറയുക, നമ്മൾ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, വർക്ക് എന്ന് പറയുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷനുമായിട്ട് നമ്മൾ എഴുതും W=F×S. യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇനി ഫ്രിക്ഷൻ ആണെങ്കിൽ നിങ്ങൾ പ്രിൻറ്റിൽ അത്യാവശ്യം ഒരു ലെങ്തി ഒരു ഡെഫിനിഷൻ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. തൽക്കാലം പഠിക്കുന്നവർ പഠിക്കാം, ഇല്ലെന്നല്ല. അതിന് കുറച്ചുകൂടി കംപ്രസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷന് എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അതായത് എഫ് എന്ന് പറയുന്നത് മാക്സിമം ഫ്രിക്ഷനാണ്, അത് എൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ, അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിക്ഷനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. തെറ്റില്ല, അതിന് മാർക്ക് പോകത്തില്ല. പിന്നെ ഫ്രിക്ഷൻ്റെ ലോസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 5 ലോസാണ് നമ്മൾ മെയിൻലി പഠിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ലോ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ അതിൻ്റെ ലോ ആയിക്കണ്ട് കാണാറുള്ളത്. എന്താണ്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഫ്രിക്ഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അടുത്തത് എന്താണ്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പാരലലാണ്. നാലാമത്തത് ഇൻഡിപെൻഡൻ്റ് ആണ്. അഞ്ചാമത്തെ പറയുകയാണെങ്കിൽ സർഫസിൻ്റെ നേച്ചറിനെ എന്ത് ചെയ്യാറുണ്ട്, ഇത് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ 5 കാര്യങ്ങൾ. ഒന്ന് ഡെഫിനിഷന്, ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, ഒന്ന് പാരലലാണ്, നാലാമത്തത് ഇൻഡിപെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ സർഫസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി 5 ലോസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ള കാര്യമാണ് അത് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ. റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് വീൽ അപ്ലൈ ചെയ്യുക, പിന്നെ ഓയിൽ ആൻഡ് ഗ്രീസ് അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് അപ്ലൈ ചെയ്യുക, പോളിഷിങ് യൂസ് ചെയ്യാം, ബാൾ ബിയറിങ്. ഈ 4 കാര്യങ്ങൾ, വീല്, ഓയിൽ ആൻഡ് ഗ്രീസ് എന്ന് എഴുതി വെക്കാം, ഇല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് എഴുതി വെച്ചാലും മതി. മൂന്നാമത്താണെങ്കിൽ പോളിഷിങ് എന്ന് എഴുതി വെക്കാം. നാലാമത്തത് ബാൾ ബെയറിങ് എന്ന് പറയാറുണ്ട്. ഇനി എനർജി ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, എന്താണ്, ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എബിലിറ്റി, കപ്പാസിറ്റി എന്നിനെയാണ് നമ്മൾ എന്താ പറയുക, എനർജി എന്ന് പറയുക. യൂണിറ്റ് ആണെങ്കിൽ ജൂള്. ഇനി കൈനറ്റിക് എനർജിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ എനർജി എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്, മൂവ്മെൻറ്റ് കാരണമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മോഷൻ കാരണമാണ്. ഇക്വേഷൻ ആണെങ്കിൽ ½ mv². പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ പൊസിഷൻ കാരണം അല്ലെങ്കിൽ ഹൈറ്റിലുള്ള വേരിയേഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. ഇക്വേഷൻ ആണെങ്കിൽ mgh എന്ന് പറയാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് പവർ എന്ന് പറയുന്നത്. പ്രോബ്ലമായിട്ടും ഡെഫിനിഷനായിട്ടും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. പവർ എന്ന് പറയുന്നത് നമ്മളോട് ചോദിക്കുകയാണ്, ഡിഫൈൻ പവർ. ഇങ്ങനെയൊക്കെ 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം, എന്താണ്, വർക്ക് വർക്ക് ബൈ ടൈം, P=W/T, ആൻഡ് ദെൻ അതിൻ്റെ യൂണിറ്റ് എഴുതി വെക്കാം. ഇതാണ് ഡിഫൈൻ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലുള്ള ടാസ്ക്. അതേസമയം പവർ കാണാൻ നിങ്ങൾ എന്ത് പറയാറുണ്ട്, എനർജി വെച്ചിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറയാറുണ്ട്.
അതായത് എനർജി ബൈ ടൈമിൽ കൊടുക്കാനുള്ള പ്രോബ്ലംസ് കണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള ഇക്വേഷനും കൊടുക്കാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എനർജി ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ E/T എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതാണ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്, കൺസർവേഷൻ ഓഫ് എനർജി. അവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എനർജി എന്ന് പറയുന്നത് എന്താണ്, നെയ്തർ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. അതുപോലെ തന്നെ എനർജി എന്ന് പറയുന്നത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഈ രണ്ട് പോയിൻ്റാണ് ഇതിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. നിർബന്ധമായിട്ടും ഈ രണ്ട് പോയിൻ്റ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. രണ്ടാമത്തത്, ഇറ്റ് ട്രാൻസ്ഫർ വൺ ഫോം ടു അനദർ ഫോം. ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. അടുത്തതെന്ന് പറയുന്നത് ഫ്രീലി ഫാളിങ് ബോഡീൻ്റെ എനർജി. പിന്നെ അതിൻ്റെ ഡെറിവേഷനാണ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. 2021-22 ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇതിനെ ഇതുവരെ കണ്ടിട്ടുള്ളത്. ആകെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നിനും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെ പ്രിൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത്യാവശ്യം ആ ഡെറിവേഷൻ കുറച്ച് ലെങ്തി ആയിട്ടാണ് ഉണ്ടാവുക. ഇൻ കേസ് നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിനിമം ഈ ഇത്രയെങ്കിലും എഴുതി വെക്കാൻ നോക്കാം. കാരണം അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇവിടെ ആദ്യം ഡയഗ്രം നോക്കുകയാണെങ്കിൽ 3 പോയിൻറ്റ്സ് ആണുള്ളത്, എ, ബി, സി. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് മൈനസ് എക്സ് ആയിരിക്കും. എച്ച് മൈനസ് എക്സ് എന്ന് പറയാൻ പറ്റും. ഇനി എ എന്ന പോയിന്റിലുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവില്ല. കാരണം ബോഡി ഇനീഷ്യലി റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി വെലോസിറ്റി 0 ആവുന്നതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എന്താവും, 0 ആയി പോകും. പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആയിരിക്കും. ടോട്ടൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയതുകൊണ്ട് തന്നെ 0 പ്ലസ് mgh എന്ന് പറയുന്നത് ടോട്ടൽ എനർജി എത്ര കിട്ടുക, mgh എന്ന് വരും. അപ്പോൾ എ എന്ന പോയിന്റിൽ ഈ 3 പോയിൻ്റ് ഉണ്ടായിരിക്കണം. കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ, പൊട്ടൻഷ്യൽ എനർജീൻ്റെ വാല്യൂ ആൻഡ് ദെൻ ടോട്ടൽ എനർജീൻ്റെ വാല്യൂ ആയിട്ടുള്ള mgh. ബിയിലാണ് പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ളത്. ബി എന്നുള്ള പോയിന്റിലോട്ട് വരുമ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് മൈനസ് എക്സ് ആയി മാറും. ഇവിടെ എഴുതിയിട്ടുണ്ടാവും എച്ച് മൈനസ് എക്സ്. അതുപോലെ തന്നെ ഇവിടെ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടാകും. അതായത് എസ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കാണും. അതായത് നമുക്ക് വെലോസിറ്റി കാണാൻ എസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അതിന് എക്സ് ആയിട്ട് എടുക്കും. ആക്സിലറേഷൻ നമ്മൾ ജി ആയിട്ട് കാണും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. എച്ച് എന്ന് പറയുന്നത് എച്ച് മൈനസ് എക്സ് ആയതുകൊണ്ട് തന്നെ എച്ചിൻ്റെ വാല്യൂ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh മൈനസ് എക്സ് എന്ന് എഴുതി വെക്കും. അടുത്തത് കൈനറ്റിക് എനർജി കാണണം. ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, വെലോസിറ്റിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് നമുക്കറിയാം. എ എന്നുള്ളത് എന്താണ്, ജി ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് എക്സ് ആയിട്ടും മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വി സ്ക്വയർ എന്ന് പറയുന്നത് 2gx എന്ന് വരും.
ഈ വാല്യൂ വി സ്ക്വയറിൻ്റെ വാല്യൂ കൈനറ്റിക് എനർജിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജീൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് mgx ആയിട്ട് വരും. ആൻഡ് കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെയും വാല്യൂ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ mgh എന്ന് വരും, ടോട്ടൽ എനർജി. ആ കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് വളരെ കുറച്ചുകൂടി കംപ്രസ് ചെയ്തിട്ട് ഷോർട്ടാക്കിയിട്ടുള്ള ആണ് ഈ ഏരിയ ഉണ്ടാവുക. നിങ്ങളെ പ്രിൻ്റ് ബുക്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് നോക്കിയാൽ മതി. അതിൽ നിന്നുള്ള ചില കാൽക്കുലേഷൻ ഏരിയാസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ സി എന്നുള്ള പോയിന്റിലാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് h ആയി മാറും. ആക്സിലറേഷൻ g ആയി മാറും. ഹൈറ്റ് ഇല്ലെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. പിന്നെ കൈനറ്റിക് എനർജി കാണണം. വി സ്ക്വയർ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. u സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ എന്താണ് കിട്ടുക, 2gh എന്ന് വരും. ആൻഡ് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജീൻ്റെത് mgh എന്ന് വരും. ടോട്ടൽ എനർജി എന്ന് പറയുന്നതും mgh ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്, ഡിസ്കസ് ചെയ്യാൻ നമുക്ക് മെയിനായിട്ടുള്ളത്. മിനിമം ഒരു ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്കിലും ഉണ്ടായിരിക്കണം നമുക്ക്. കാരണം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒരു 2021-22 പാറ്റേണാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ. കാരണം ആ പാറ്റേണിലാണ് ഫ്രീലി ഫാളിങ് ബോഡീൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അതിനുശേഷം കണ്ടിട്ടില്ല. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഉണ്ടാക്കിയിട്ട് പോവുക. ജസ്റ്റ് ഇത് ഇന്ന ഏരിയ mgh ആണ് ടോട്ടൽ എനർജി എന്നുള്ളതും കൈനറ്റിക് എനർജി എ എന്നുള്ള പോയിന്റിൽ 0 ആണെന്നും പൊട്ടൻഷ്യൽ എനർജി mgh ആണെന്നും മനസ്സിലാക്കുക എ എന്നുള്ള പോയിന്റിൽ. അങ്ങനെ ഓരോ പോയിന്റിലും എന്താണ് ഫൈനൽ വാല്യൂ വരുന്നത്, കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്താണ് വരുന്നതെന്നും അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാൽക്കുലേഷൻസ്, ഇവിടെ എഴുതിയിട്ടുള്ള മിനിമലായിട്ടുള്ള കാൽക്കുലേഷൻസൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് എക്സാമിന് ചെല്ലുക. അല്ലാതെ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ആ പ്രിൻറ്റിലുള്ള ഒരു 1.5 പേജ് ഉണ്ട് തോന്നുന്നു എനിക്ക് ആ പ്രിൻറ്റ് ഡെറിവേഷന്. അതുകൊണ്ട് തൽക്കാലം അത്ര പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാവുന്നതാണ്. ഇതെങ്കിലും മിനിമം പഠിക്കുക. അടുത്തൊരു ഏരിയയാണ് കൺവേർഷൻ ഓഫ് എനർജി അല്ല, കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചർ സ്കെയിലാണ്. ആ കാര്യം എന്ത് ചെയ്യുക, ഞാനിവിടെ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചർ സ്കെയിലാണ്. അതിന് 2 ഇക്വേഷൻസ് ഉണ്ടാവും. കെൽവിന്ന് സെൽഷ്യസിലോട്ടാക്കാനും ഫാരൻഹീറ്റിന്ന് സെൽഷ്യസിലോട്ടാക്കാനുള്ള 2 ഇക്വേഷൻസ് ഉണ്ടാവും. ഒന്ന് K = C + 273, then F = 1.8 C + 32. ഈ 2 എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ബുക്കിൽ ചെയ്തിട്ടുണ്ടാവും നല്ല രീതിയിൽ. അതുകൊണ്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക. അതൊരു 2-3 സെഗ്മെൻറ്റ് ഒന്ന് ചെയ്ത് നോക്കി പോയാൽ മതി. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് സാധാരണ രീതിയിൽ കണ്ടുവന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇന്ന് രാവിലെ അയച്ചു തന്നിട്ടുള്ള 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ടൈപ്സ് ഓഫ് കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചറിൻ്റെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിലിടാം. ഇനിയുള്ളതാണ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് കണ്ടൻഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. ഇതിനെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 4 പോയിന്റുകൾ തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടൻഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് എന്താണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണെന്ന് പറയാം. കൺവെൻഷൻ ആണെങ്കിൽ ഡെൻസിറ്റി ആണെന്ന് പറയാം. വീണ്ടും ടെമ്പറേച്ചറിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ റേഡിയേഷനിലോട്ട് വരുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെന്ന് പറയാം. ഇനി കണ്ടൻഷൻ ആണെങ്കിൽ മീഡിയം നമുക്ക് ആവശ്യമാണ്.
മറ്റ് രണ്ട് കാര്യങ്ങളിലും മീഡിയം നമുക്ക് ആവശ്യമില്ല. ഇനി കണ്ടൻഷനിലും കൺവെൻഷനിലും എന്താണ്? സ്ലോ പ്രോസസ്സാണെന്ന് പറയാം, മെല്ലെ നടക്കത്തുള്ളൂ. പക്ഷേ റേഡിയേഷൻ അങ്ങനെയല്ല, ഫാസ്റ്റ് പ്രോസസ്സാണ്, പെട്ടെന്ന് നടക്കും റേഡിയേഷൻ. ഇനി കണ്ടൻഷൻ ആണെങ്കിൽ സോളിഡിൽ മാത്രമേ നടക്കത്തുള്ളൂ, കൺവെൻഷൻ ആണെങ്കിൽ ഫ്ലൂയിഡ് ആയിരിക്കും. ഇനി റേഡിയേഷൻ ആണെങ്കിൽ എന്താണ്? എനി സബ്സ്റ്റൻസ് ആണ്, എല്ലാ സബ്സ്റ്റൻസിലും എന്ത് ചെയ്യും? റേഡിയേഷൻ നടക്കുന്നതാണ്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയയാണ്. അധികം ഒന്നെങ്കിൽ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് ചോദിക്കാറുണ്ട്, ഇല്ലെങ്കിൽ റേഡിയേഷൻ കൺവെൻഷൻ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട്, ഇല്ലെങ്കിൽ കണ്ടൻഷനും കൺവെൻഷനും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയ എപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും പറയാനുള്ള റീസൺ. ദെൻ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റ് പൈറോമീറ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നെങ്കിൽ 7 മാർക്കിന് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ 3 മാർക്കിൽ വന്നിട്ടുണ്ട് പൈറോമീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൈറോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ എഴുതി വെക്കുക ഇതെന്തിനാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന്, ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ കോണ്ടാക്ട് ബോഡിയിൽ മാത്രമാണ് പൈറോമീറ്റർ യൂസ് ചെയ്യാം. പിന്നെ പൈറോമീറ്ററിൽ നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ, അതായത് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിനെ എന്ത് ചെയ്യും? ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഒരു പൈറോമീറ്ററിൽ വേണ്ട 2 കാര്യങ്ങൾ, അതായത് ഒരു ലെൻസും ഒരു ഡിറ്റക്ടറും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ വളരെ ഈസിയാണ്, കാരണം 2 മാർക്കാണ് എസ്എ പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ പൈറോമീറ്ററിൻ്റെ ഡയഗ്രത്തിനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ട് ബോഡി ഉണ്ടാവും, പിന്നെ ഒരു ലെൻസ് ഉണ്ടാവും, ഒരു ഡിറ്റക്ടർ ഉണ്ടാവും, പിന്നെ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും. ഈ 4 പാർട്ടുകളാണ് നമുക്ക് അതിൽ കോമൺ ആയിട്ട് വേണ്ടത്. ഇനി ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ എന്ത് ചെയ്യണം? ഹോട്ട് ബോഡിയിൽ നിന്ന് ലെൻസ് വരെ എത്തണം. ആ പോയിൻ്റ് ആദ്യം എഴുതി വെക്കുക. എന്താണ്? ലൈറ്റ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്, റേഡിയേഷൻ എഴുതി പിന്നെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ എന്താണ്? റേഡിയേഷൻ എന്ത് ചെയ്യണം? എവിടെ നിന്ന് വരണം? ഹോട്ട് ബോഡിയിൽ നിന്ന് വരണം. ഏത് വരെ? ലെൻസ് വരെ. അപ്പോൾ ദി ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ കംസ് ഫ്രം ദി ഹോട്ട് ബോഡി ടു ലെൻസ് എന്ന് എഴുതി വെക്കുക. ദെൻ ലെൻസിൽ നിന്ന് ഈ റേഡിയേഷൻ എന്ത് ചെയ്യും? എങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്യും? ഡിറ്റക്ടറിലോട്ട് ഫോക്കസ് ചെയ്യും. ആ പോയിൻ്റ് എഴുതി വെക്കുക. ദി ലെൻസ് ഫോക്കസ് ദി ലൈറ്റ് ടു ഡിറ്റക്ടർ, അല്ലെങ്കിൽ റേഡിയേഷൻ എന്ത് ചെയ്യുക? ഡിറ്റക്ടറിലോട്ട് എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. ഇനി ഡിറ്റക്ടറിൻ്റെ യൂസ് എന്താണ്? ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് വെക്കാം, അത് എഴുതി വെക്കുക. ദെൻ ഫൈനലി അതിൻ്റെ ലാസ്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ യൂസ് ചെയ്ത എന്താണ്? ഇതിൻ്റെ റീഡിങ് എന്ത് ചെയ്യാൻ? ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൈറോമീറ്ററിൽ ഉണ്ടായിരിക്കണം. ആദ്യം എന്താണ് പൈറോമീറ്ററിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എഴുതി വെക്കുക, പിന്നെ ഒരു ഡയഗ്രാം, ദെൻ അതിൻ്റെ ഒരു വർക്കിംഗ്. ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് 3ാമത്തെ യൂണിറ്റിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളായിട്ട് ഒരു 3-4 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ് ഈ ടോപ്പിക്കിന് കൊടുക്കുക. അടുത്തത് യൂണിറ്റ് 4 എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റത്തെ ടോപ്പിക്കുകളാണ് സ്ട്രെസ്സ്, സ്ട്രെയിന്, അതുപോലെ തന്നെ ഹുക്സ് ലോ. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക, എന്ത് ചെയ്യുക? ഇക്വേഷൻ എഴുതി വെക്കുക, റീസ്റ്റോറിങ് ഫോഴ്സ് ഡിവൈഡ് ബൈ യൂണിറ്റ് ഏരിയ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സിനെയാണ് എന്ത് പറയുക? സ്ട്രെസ് എന്ന് പറയുക.
ഇക്വേഷൻ ഒന്നുകൂടി സിംപ്ലൈസ് ചെയ്യുകയാണെങ്കിൽ F/A എന്ന് പറയും. യൂണിറ്റ് ആണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെയിൻ ആണെങ്കിൽ ഇക്വേഷൻ എഴുതി വെക്കാം, ചേഞ്ചിങ് ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയാം. ഇനി ഉക്സ്ലോനെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇക്വേഷൻ ആണെങ്കിൽ കേസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് എഴുതി വെക്കാം. അതുപോലെ തന്നെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ്, എന്താണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതി വെക്കാം. ഇനി അടുത്തത് ഉക്സ്ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ഇലാസ്റ്റിക് മോഡുലസുകളാണ്. ഫസ്റ്റ് വണ്ണ് യങ്സ് മോഡുലസ് എന്ന് പറയും. യങ്സ് മോഡുലസിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ആദ്യം അതിൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ലീനിയർ സ്ട്രെസ്സിൻ്റെയും ലീനിയർ സ്ട്രെയിനിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക, യങ്സ് മോഡുലസ് എന്ന് പറയാം. ഇനി വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ലീനിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ F/A ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ΔL ഡിവൈഡഡ് ബൈ L. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. Y is equal to FL ഡിവൈഡഡ് ബൈ A ഇൻറ്റു ΔL എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇനി ഫോഴ്സിനും അതുപോലെ തന്നെ ഏരിയക്കും അതിൻ്റെ വാല്യൂസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഫോഴ്സിൻ്റെത് mg എന്നും ഏരിയക്ക് πr² കൊടുക്കുകയാണെങ്കിലും നമുക്ക് എങ്ങനെ വരും, Y is equal to FL ഡിവൈഡഡ് ബൈ πr² ഇൻറ്റു ΔL എന്ന് വരും. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ. ഷിയറിംഗ് മോഡുലസ് ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. ഇവിടെ ഈ ഇക്വേഷൻ ആദ്യം പഠിച്ചു വെക്കുക. N is equal to F ഡിവൈഡഡ് ബൈ A ഇൻറ്റു തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. വേറൊരു പിന്നെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ നോട്ട് ബുക്കിലുണ്ടാവും, പക്ഷെ നമുക്കത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അത് പക്ഷേ യങ്സ് മോഡുലസിൽ അങ്ങനെയല്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ മനഃപൂർവ്വം. കാരണം അത് പ്രോബ്ലം ചെയ്യുന്നതിൽ കണ്ടിട്ടുണ്ട്, രണ്ട് ഇക്വേഷനിലും പ്രോബ്ലംസ് വരാറുണ്ട്. അതേസമയം ഷിയർ മോഡുലസിൽ ഈ ഇക്വേഷനിലാണ് നമുക്ക് ഇതുവരെയുള്ള പ്രോബ്ലംസ് കണ്ടിട്ടുള്ളത്. സോ ഈ ഇക്വേഷൻ പഠിച്ചിട്ട് പോവുക. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ. ഇവിടെ രണ്ട് ഇക്വേഷൻസാണ് നമ്മൾക്ക് വാല്യൂസ് കൊടുത്താൽ കിട്ടുക. ഒന്ന് F/A ഡിവൈഡ് ബൈ മൈനസ് ΔV ഡിവൈഡ് ബൈ V എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ പിന്നെ ഫോം ആവും. B is equal to മൈനസ് FB ഡിവൈഡ് ബൈ A ഇൻറ്റു ΔV എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഫോം ആവും. ഇവിടെ നമ്മൾ ബൾക്ക് മോഡുലസിൽ വോളിയം സ്ട്രെസ്സിന് നമ്മൾ പ്രഷറിൻ്റെ ടേം കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ B is equal to മൈനസ് PV ഡിവൈഡ് ബൈ ΔV എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇതിലാണ് നമുക്ക് ഇതുവരെയുള്ള പ്രോബ്ലംസ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഇക്വേഷനിൽ മൈനസ് PV ഡിവൈഡ് ബൈ ΔV എന്നുള്ള ഇക്വേഷനിലാണ് ബൾക്ക് മോഡുലസിൻ്റെ പ്രോബ്ലംസ് കണ്ടിട്ടുള്ളത്. സോ അതിൽ നിങ്ങൾ പ്രോബ്ലംസ് ഞാൻ അയച്ചു തരാം, അതിലെന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അതാണ് നമുക്ക് ഇൻ കേസ് എക്സാമിന് വരികയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ വരാറുള്ളൂ. ഒരിക്കലും ഒന്നാമത്തെ ഇതിൽ എന്ത് വരാറില്ല, പ്രോബ്ലംസ് വരാറില്ല. അടുത്ത മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യം അതിൻ്റെ
പിന്നെ ഡെഫിനിഷൻ പഠിക്കുന്നതിന് മുന്നേ ഈ സിമ്പിളായിട്ടുള്ള ഡയഗ്രാം പഠിക്കുക. കാരണം ടർബുലൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു നോൺ പാരലൽ ആയിട്ടുള്ള കുറച്ച് ലൈൻസ് വരച്ച് വെക്കുക. ഇനി സ്ട്രീം ലൈൻ ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ലെയേഴ്സ് പാരലൽ ആയിരിക്കണം. ടർബുലൻ്റ് ആണെങ്കിൽ വെലോസിറ്റി ഒരിക്കലും സെയിം ആവരുത്. അതുപോലെ തന്നെ ലെയേഴ്സും എന്താവരുത്? നോട്ട് പാരലൽ ആയിരിക്കണം. ഈ 2 പോയിൻറ്റ്സ് അതിലുണ്ടായിരിക്കണം. ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ റെനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ പഠിക്കുക. റോ വി ഡി ഡിവൈഡ് ബൈ ഈറ്റ. പിന്നെ ഇവിടെ രണ്ട് പോയിൻ്റ് എഴുതിയിട്ടുണ്ട്. റെനോൾഡ്സ് നമ്പർ 1000-ന് താഴെയാണെങ്കിൽ അത് സ്ട്രീം ലൈൻ ആണെന്നും 2000-ന് മുകളിലാണെങ്കിൽ അത് ടർബുലൻ്റ് ഫ്ലോ ആണെന്നും എഴുതിയിട്ടുണ്ട്. ആ കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. കാരണം 1 മാർക്കിൽ ഈ സാധനം കണ്ടിട്ടുണ്ട്. ഏതോ ഒരു കൊല്ലം 2022 തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ വാല്യൂ തന്നിട്ട് കണ്ട് ഏത് തരം പിന്നെ ഫ്ലോ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാനുള്ള റീസണ്. ഇനി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ ജസ്റ്റ് ആദ്യം ഈ ഡയഗ്രാം ഒന്ന് വരയ്ക്കുക. അതായത് ഡയമീറ്റർ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു പൈപ്പിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. 2 പോയിൻ്റ് കൊടുക്കുക. ഒന്ന് പി എന്നും ഒന്ന് ക്യൂ എന്നും. പി എന്നുള്ള പോയിന്റിൽ A1 V1 എഴുതി വെക്കുക. ഏരിയ A1ഉം വെലോസിറ്റി V1ഉം. അതുപോലെ തന്നെ ക്യൂ എന്നുള്ള പോയിൻ്റ് ആണെങ്കിൽ ഏരിയ A2 വെലോസിറ്റി V2. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കുക. എന്നിട്ട് ഈ ഇവിടെ മേലെ എന്താണോ എഴുതിയത് വരച്ചത് അതിനൊന്ന് ചെയ്യുക, അടിയിലോട്ടൊന്ന് എഴുതി വെക്കുക. ആദ്യം ഏരിയ ഓഫ് പൈപ്പ് ഇൻ പോയിൻ്റ് പി. അതായത് പി എന്ന പോയിന്റിലുള്ള ഏരിയ എന്ന് പറയുന്നത് A1. സെയിം പോയിൻ്റ് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒരു മാറ്റമുണ്ട്. പോയിൻ്റ് ക്യൂ ആയി. അപ്പോൾ എന്തായി? ഏരിയ A2 ആയി മാറി. അത് രണ്ടാമത്തെ പോയിൻ്റ്. പിന്നെ അവിടുത്തെ വെലോസിറ്റീസ് എഴുതി വെക്കുക. V1 V2 ആർ ദി വെലോസിറ്റീസ്. അതും എഴുതി വെക്കാം. ഇനി അതിൻ്റെ വോളിയം എഴുതുക. പി എന്നുള്ള പോയിന്റിലുള്ള വോളിയം എന്ന് പറയുന്നത് A1 V1. ക്യൂ എന്നുള്ള പോയിന്റിലുള്ള പിന്നെ വോളിയം ആണെങ്കിൽ A2 V2. ദെൻ therefore A1 V1 A2 V2. ഇത് ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കുക. പ്രോബ്ലം സെക്ഷൻ ആണെങ്കിൽ അത് വേറെ ഉണ്ടാവും. നിങ്ങൾ നോട്ട് ബുക്കിൽ ഇതിൻ്റെ പ്രോബ്ലംസ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അയച്ചു തരാം ഗ്രൂപ്പിൽ കേട്ടോ. ഇനി ഈ ഏരിയ കഴിഞ്ഞാലുള്ളതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ചെറിയൊരു ഏരിയ. അതായത് സർഫസ് ടെൻഷൻ പറയുകയാണെങ്കിൽ ഇവിടെ എല്ലായിടത്തും നമുക്ക് ഇതിൽ പറയാവുന്ന ഒരു ഏരിയയാണ്. ഈ ചാപ്റ്ററിൽ എല്ലാം ഫോഴ്സ് ബൈ ഏരിയയ്ക്കും അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ലെങ്ത്താണ് ഇവിടെ വരിക. ഇവിടെ സർഫസ് ടെൻഷൻ ആകുമ്പോൾ ഏരിയ അല്ല വരിക, ലെങ്ത്താണ് വരിക. ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ മാറിയിട്ടുണ്ട് എഴുതിയപ്പോൾ. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫോഴ്സ് ഡിവൈഡ് ബൈ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. ഇല്ലെങ്കിൽ S=F/L എന്ന് പറയാം. യൂണിറ്റ് എന്ന് പറയുന്നത് Nm/m. മീറ്റർ സ്ക്വയർ ഇല്ല. സർഫസ് ടെൻഷനിൽ മാത്രമാണ് ഈ യൂണിറ്റിന് മാറ്റുള്ളത്. പിന്നെ യൂണിറ്റ് ചേഞ്ച് ഉള്ളത്. ഇവിടെ Nm/m² എന്ന് എഴുതി വെക്കരുത്. ഇവിടെ Nm/m എന്ന് മാത്രം എഴുതി വെക്കുക. ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ഏരിയയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഫോഴ്സ് ബൈ ലെങ്ത് വേണ്ട, നമുക്ക് സ്ട്രെസ്സിൻ്റെ തന്നെയാണ് ഇവിടെ വരിക. പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ. F/A. യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. Nm/m². നമ്മൾ പ്രഷറിൻ്റെ യൂണിറ്റ് പറയുമ്പോൾ എപ്പോഴും പാസ്കലിലാണ് നമ്മൾ പറയാറ്. പിന്നെ ഒരിക്കലും നമ്മൾ Nm/m² ഒക്കെ നമ്മൾ കിട്ടിയില്ലെങ്കിൽ, യൂണിറ്റ് പാസ്കൽ എന്നുള്ള വേർഡ് കിട്ടിയില്ലെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. അതുകൊണ്ട് പാസ്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഇനി പ്രഷറിൻ്റെ ടൈപ്സ് ചോദിക്കുകയാണെങ്കിൽ 3 തരമുള്ളത്. ഗേജ്, പിന്നെ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് ആണെങ്കിൽ നമുക്ക് പറയാം
ടോട്ടൽ പ്രഷറാണ്. അതായത് ഒരു പോയിന്റിലുള്ള ടോട്ടൽ പ്രഷറിനെയാണ് എന്താ പറയുക, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുക. ഇനി അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനാണ് എന്താ പറയുക, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുക. ഗേജ് പ്രഷറാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അബ്സല്യൂട്ടും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ഗേജ് പ്രഷർ എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടി പറയാം, അബ്സല്യൂട്ട് എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ഒരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന പ്രഷർ. ഗേജ് പ്രഷർ ആണെങ്കിൽ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് പ്രഷറിൻ്റെയും, അതായത് അബ്സല്യൂട്ടിൻ്റെയും അറ്റ്മോസ്ഫിയറിൻ്റെയും ഡിഫറൻസ്. ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക, ഒരിക്കലും മാറിപ്പോവരുത്. ഇനി സർഫസ് ടെൻഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് മൂന്നെണ്ണമാണ് നമ്മൾ വളരെയധികം കോമൺ ആയിട്ട് പറയാറ്. ഒന്ന് ടെമ്പറേച്ചർ, രണ്ടാമത്തെ ഇമ്പ്യൂരിറ്റി, ഒന്ന് ഡിറ്റർജൻറ്റ്. മൂന്നും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സർഫസ് ടെൻഷൻ കുറയുന്നതാണ്. ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കട്ടോ. അടുത്തത് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് ബെർണോളിസ് തിയറം. അപ്പോൾ ബെർണോളിസ് തിയറം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കേസാണ് ടോട്ടൽ എനർജി എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതെന്തിൻ്റെ, സ്ട്രീം ലൈൻ ഫ്ലോൻ്റെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ യൂണിറ്റിൽ 3 എനർജീസ് കൂടിച്ചേർന്നാണ്, 3 ടൈപ്സ് ഓഫ് എനർജീസ് കൂടിച്ചേർന്നാണ്. ഒന്ന് കൈനറ്റിക് എനർജി, ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, മൂന്നാമത്തെ പ്രഷർ എനർജി. അപ്പോൾ എഴുതി വെക്കുക, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതി വെക്കുക. ഇനി അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. എന്താണ്, കൈനറ്റിക് എനർജി ആണെങ്കിൽ ½ mv² പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ mgh പ്ലസ് mp/ρ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതി വെക്കുക. അടുത്തത് യൂണിറ്റ് മാസ്, അതായത് മാസിൻ്റെ വാല്യൂ ഒന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യും, ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. ½ v² പ്ലസ് gh പ്ലസ് p/ρ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ ഡിക്രീസ് ചെയ്യും, ഇല്ലെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഈ കാര്യം എന്താണ്, ഇവിടെ കോമൺ ആയിട്ടുള്ള 2 പോയിൻ്റാണ്. ആ കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ആറ്റോമിസർ എന്ന് പറയുന്ന പോയിൻ്റ് വളരെയധികം ഞാൻ ക്ലാസ്സിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആറ്റോമിസറും അതുപോലെ തന്നെ എയറോഫോയിലും. അതിൽ ഫസ്റ്റ് വൺ ആറ്റോമിസർ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ടൊരു ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 4 പോയിൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് പിസ്റ്റൺ പി എന്ന് പറയുന്ന പോയിൻ്റ്, പിന്നെ ഇവിടെ ടി എന്നുള്ളൊരു പോയിൻ്റ്, പിന്നെ ഇവിടെ എൽ എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്, അത് ലിക്വിഡ് ആണ് പറയുന്നത്. പിന്നെ ഈ ഡയഗ്രാം ഒന്ന് എന്ത് ചെയ്യുക, മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ഒരിക്കലും മറക്കരുത് ഈ പിന്നെ ഡയഗ്രാം. ഇതിൽ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, ആദ്യം നമുക്കിവിടെ പിസ്റ്റൺ എന്ത് ചെയ്യണം, പ്രസ് ചെയ്യണം ഇല്ലെങ്കിൽ പുഷ് ചെയ്യണം, അത് എഴുതി വെക്കുക. അതായത് ആദ്യം വെൻ എ പിസ്റ്റൺ ഈസ് പുഷ്ഡ് എന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ പ്രസ്ഡ് എന്ന് എഴുതി വെക്കാം. ആ പോയിൻ്റ് എഴുതി വെക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പിസ്റ്റൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഏരിയയിലുള്ള വെലോസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെയുള്ള പ്രഷർ ഡിക്രീസ് ആവും. അതായത് ഇത് ട്യൂബ് ടീൻ്റെ ഉള്ളിലുള്ള എന്ത് ചെയ്യും, വെലോസിറ്റി ഇൻക്രീസ് ആകും, അതുപോലെ തന്നെ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഇതിൻ്റെ റിസൾട്ടൻ്റായിട്ട് എന്ത് ചെയ്യും, ഈ ലിക്വിഡ്, ഈ ബീക്കറിലുള്ള ലിക്വിഡ് എന്ത് ചെയ്യും, മേലോട്ട് എന്ത് ചെയ്യും, റേസ് ചെയ്യും. അത് പിന്നെ എന്ത് ചെയ്യും, അതൊരു സ്പ്രേ ആയിക്കാണ്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഈ 4 പോയിൻറ്റ്സ് ഇതിൽ പറയാനുള്ളത്. വർക്കിങ്ങിനെ ഒന്നുകൂടി ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് എന്ത് ചെയ്യണം, ഫസ്റ്റ് പിസ്റ്റൺ പ്രസ് ചെയ്യണം. പിസ്റ്റൺ പ്രസ് ചെയ്താൽ അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം എന്താണ്, വെലോസിറ്റി ഇൻക്രീസസ് ചെയ്യും. വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും. എന്തിൻ്റെ ഉള്ളിൽ, ട്യൂബിൻ്റെ ഉള്ളിൽ.
ഇനി അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിട്ട് വരും? ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ട്യൂബിലൂടെ എന്ത് ചെയ്യും? മുകളിലോട്ട് കയറി വരും. പിന്നെ എന്ത് ചെയ്യും? ആ ലിക്വിഡ് എന്ത് ചെയ്യും? ഒരു സ്പ്രേ പോലെ ആക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ആറ്റോമിസറിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കേണ്ട 4 പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എയറോഫോയിൽ പറയുമ്പോൾ, എയറോഫോയിൽ വരക്കുന്ന സമയത്ത്, അതിൻ്റെ ഡയഗ്രാം വരക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. മുകൾ ഭാഗം കുറച്ച് കർവ്ഡ് ആയിരിക്കണം, അടിഭാഗം കർവ്ഡ് കുറച്ച് കമ്മിയാക്കി കണ്ട് വരക്കുക. എന്നിട്ട് അതിൻ്റെ ഡയഗ്രാംസ് ഒന്ന് വരച്ച് വെക്കുക. ജസ്റ്റ് ഒരു റഫായിട്ടെങ്കിലും വരക്കുക. അതായത് മുകൾ ഭാഗം എന്തായിരിക്കണം? അപ്പർ സർഫസ് എന്തായിരിക്കണം? എയറോഫോയിലിൻ്റെ കർവ്ഡ് ആയിരിക്കണം ലോവർ സർഫസിനെ കാട്ടി. അതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ്. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഫസ്റ്റ് പോയിൻ്റ്, അപ്പർ സർഫസ് ഈസ് മോർ കർവ്ഡ് ദാൻ ലോവർ സർഫസ്. അത് ഫസ്റ്റ് പോയിൻ്റ്. ഇനി രണ്ടാമത്തെ എന്താണ്? ടോപ്പ് സർഫസിലെയും അതുപോലെ തന്നെ ബോട്ടം ഏരിയയിലുള്ളയും വെലോസിറ്റിൻ്റെയും അതുപോലെ തന്നെ പ്രഷറിൻ്റെയും ഒരു സിറ്റുവേഷൻ എഴുതി വെക്കുക. അപ്പോൾ അപ്പർ പോർഷനിൽ എന്താണ്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. വെലോസിറ്റി ഇൻക്രീസസ്, പ്രഷർ ഡിക്രീസസ് ഇൻ അപ്പർ സർഫസ്. ഇനി അടിഭാഗത്തെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെലോസിറ്റി ഡിക്രീസസ്, പ്രഷർ ഇൻക്രീസസ് ഇൻ ലോവർ സർഫസ്. അപ്പോൾ ഇതാണ് 3 പോയിൻ്റ്. ഇനി എന്താണ് ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യും? അതൊരു വെർട്ടിക്കൽ ലിഫ്റ്റിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുക. കാരണം ഈ 2 യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങൾ മിനിമം എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഇതിൽ പറയാനുള്ളത്. അതായത് പ്രഷറും ഡെപ്തും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ വേറെ രീതിയിലും ചോദിക്കാറുണ്ട്. അബ്സല്യൂട്ട് പ്രഷറിൻ്റെയും ഗേജ് പ്രഷറിൻ്റെയും റിലേഷൻ എന്താണെന്ന് ചോദിച്ചു വരാറുണ്ട്. സോ അതും എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ്. പ്രഷറും ഡെപ്തും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുന്നതിൻ്റെ വേറൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എക്സാമിന് പ്രിപ്പയർ ആവുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.